ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലിൻസി ഓഫീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമുക്ക് ഇച്ചിരി മത്തി മാങ്ങായിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാലോ. അപ്പം നമ്മുടെ കുഞ്ഞൻ മത്തീനെ നടുവിൽ പൊളന്ന് ഇട്ടിട്ടുണ്ട്, ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ മത്തിയാണ്, പക്ഷേ തീരെ കുഞ്ഞു മത്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിന് കേട്ടോ. അപ്പം ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, 3ആയിട്ടൊന്നും വരയാനില്ല, 2ആയിട്ട് തന്നെ വരഞ്ഞ് ഇട്ടിട്ടുണ്ട്. മാങ്ങ 3 മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. 3 മാങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിച്ച് മത്തിയും മാങ്ങായും കൂടെ ഒന്നിച്ച് അരച്ച് ഒന്നിച്ച് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ മത്തി മാങ്ങ കറി വയ്ക്കാനായിട്ട് തേങ്ങ അരമുറി, കുഞ്ഞുള്ളി 4 കഷ്ണം, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 4 ചുള വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഉലുവ. ഇത്രയും നമുക്ക് ഉപ്പ് ഇട്ട് ഒന്നിച്ച് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ മത്തി മാങ്ങയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. നന്നായിട്ട് അരച്ച അരപ്പ് ചേർത്തോളം. ഇച്ചിരി വെള്ളം കൂട്ടിയാണ് അരച്ചത്. എന്നുവെച്ചാൽ ഈ അരപ്പിൽ കിടന്ന് ഈ മത്തി മാങ്ങായും വെന്തെടുക്കണം. അപ്പം നമ്മുടെ മത്തി മാങ്ങ അരപ്പ് എല്ലാം കൂടെ തിരച്ച് ചട്ടിയിൽ നമ്മൾ അടുപ്പ് വെച്ചു. ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇടുക, മൂടി വെക്കുക. തീ നന്നായിട്ട് കത്തിച്ചോളുക. നന്നായിട്ട് കത്തിച്ച് തിളപ്പ് വരുമ്പോൾ തീ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ അരപ്പും എല്ലാം കൂടെ ഇതാ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ചിട്ട്, അതായത് ചട്ടിയെടുത്ത് വട്ടത്തിലൊന്ന് ചുറ്റിച്ചിട്ട് ചെറിയ സ്ലിം തീയിൽ നമുക്കൊന്ന് അധികം നേരം വേണ്ട വേവിച്ചെടുക്കാം. നമ്മുടെ മത്തി മാങ്ങ റെഡിയാണ്. നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് കടുക് പൊട്ടിച്ചിടാം. നമ്മുടെ മീൻ കടുകൊക്കെ പൊട്ടിച്ച് ഇട്ടിപ്പൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ചാറ് കാണുമ്പോൾ തന്നെ ചൊർണം തോന്നത്തില്ലേ? അപ്പം ബൈ ബൈ.